ഇതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾക്കൊരു കൊച്ചു ലുലു ആണ് ദാവീദ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് മൂവി കാണണം. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലെങ്കിലും കപ്പിൾസ് വന്നാൽ കപ്പിൾസിന് ഇഷ്ടപ്പെടും, സിംഗിൾസ് വന്നാൽ സിംഗിൾസിന് ഇഷ്ടപ്പെടും. അങ്ങനെയല്ല. ആന്റണിയെ അങ്ങനെ ഒരു മെന്റാലിറ്റി കൊടുത്ത പോലെ ഒരു മെന്റാലിറ്റി ആക്കൂ. കണ്ടതാണ് പൊന്മാന്റെ പ്രസ് മീറ്റിന്റെ സമയത്ത്. അപ്പൊ വീണ്ടും ഇപ്പൊ ദാവിദിന്റെ ടീമിന്റെ കൂടെ വന്നിരിക്കുകയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ സിനിമയെ കുറിച്ച്. നമ്മൾ പെപ്പെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എന്തായാലും പടത്തിൽ അടി കാണും എന്നുള്ളൊരു തോട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ഫാമിലി ഇമോഷനാണ്. ഒരുപാട് വലിയ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഉള്ള മൊമെന്റ്സ് ഫാമിലി ഇമോഷൻസ് അത് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട് ദീപു. അതേപോലെ എൻ്റെ അടുത്ത് ഗോവിന്ദ് വന്ന് കഥ പറഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിയേക്കാൾ അല്ലെങ്കിൽ ഈ ബോക്സിംഗ് എന്ന് പറയുന്ന എലമെന്റിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന ഫാമിലി എലമെന്റ്സ് ആണ്. അത് വളരെ നല്ല രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ് ആണെങ്കിലും ദീപു ആണെങ്കിലും ടെൻഷനിലാണ്, എന്നാലും കോൺഫിഡൻ്റ് ആണ്. നന്നായിട്ട് തന്നെ അവരുദ്ദേശിച്ച പോലെ തന്നെ പടം വന്നിട്ടുണ്ട് എന്നുള്ളതിൽ. അതേപോലെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ആന്റണി ഇതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് എന്തായാലും ഈ പടം ഇറങ്ങുമ്പോൾ, പടം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ. അതേപോലെ ആദ്യമായിട്ടാണ് ഇത്, ഫസ്റ്റ് പടമാണ് മോയുടെ. അപ്പം അത് വളരെ ഗംഭീരമായിട്ട് ആ ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ മോള് ജെസ്, ഞങ്ങൾ രണ്ടാമത്തെ തവണ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജെസ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ജെസ് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ കിടിലൻ ആക്ടറാണ്. പിന്നെ സൈചേട്ടൻ്റെ കൂടെ എനിക്ക് വളരെ കുറച്ച് കോമ്പിനേഷൻസേ ഉള്ളൂ, പക്ഷെ ഉള്ളതൊക്കെ ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ സീൻസാണ്. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ. അപ്പം എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇതൊരു ആക്ഷൻ പടം എന്നല്ല അല്ലേ, ഒരു കംപ്ലീറ്റ് ഒരു എന്റർടൈനർ ആണ്, ഒരു ഫാമിലി സ്പോർട്സ് ഡ്രാമ ആണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലോട്ട് ഇനി ആഡ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഗോവിന്ദിൻ്റെ ക്ലാരിറ്റി തീർച്ചയായിട്ടും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. എന്ത് കഥാപാത്രമാണെങ്കിലും അവരൊക്കെ എന്താണ് തൻ്റെ സിനിമയിൽ ചെയ്യേണ്ടതെന്ന് സംവിധായകൻ എന്നുള്ള നിലയിൽ, അതും ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിയുള്ള നിലയിൽ ഗോവിന്ദിൻ്റെ ആ ക്ലാരിറ്റി ഈ സിനിമയുടെ എല്ലാ മേഖലയിലും 100% ആത്മാർത്ഥമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നാളെ ഓൺ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യും. അച്ഛനും കൊച്ചുമോൻ സാറിനും, ആന്റണിക്കും, മോനും, ലിജോയ്ക്കും, സൈചേട്ടനും, ജസ്സിനും, ദീപുവിനും, സോറി ഞാൻ കുറച്ചേ ഉള്ളൂ സിനിമയിൽ, അതുകൊണ്ട് ഞാൻ അധികം ഇൻട്രാക്ട് ചെയ്തിട്ടില്ല ടീമായിട്ട്. ഞാൻ ഗോവിന്ദിനോടും ദീപുവിനോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഇങ്ങനെ ഒരു റോള് തന്നതിന്. ഒരു മണ്ടൻ ബിസിനസ്സുകാരൻ്റെ, അത് കുറേ കാലമായി ഒരു മണ്ട വേഷം തന്നിട്ട്, അത് ഐ ആം വെരി ഹാപ്പി. നാളെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ട്, സ്ക്രീനിൽ തീ പാറാൻ സാധ്യതയുണ്ട് ഇവരുടെ ഇടയിൽ. അത്ര ഇടി രണ്ടുപേരും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഹലോ. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ദാവീദ് നാളെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാരും മൂവി കാണണം. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലെങ്കിലും എന്തെങ്കിലും പോയി കാണണം, അല്ലെ ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടൂല. താങ്ക് യു. ഇവരെല്ലാം പറഞ്ഞതിനപ്പുറം കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ അധികമൊന്നുമില്ല. മെയിനായിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ആദ്യം ഗോവിന്ദിനോടാണ്. ഗോവിന്ദ് ഒരു 2 years മുന്നെയാണ് ഈ സ്ക്രിപ്റ്റുമായിട്ട് വരുന്നത്. അപ്പം അത് കേട്ട ഉടനെ തന്നെ ഗോവിന്ദ് ആക്ച്വലി വേറൊരു കഥ പറയാനായിരുന്നു വന്നത്. അപ്പം അത് കൊള്ളാം, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഒരെണ്ണം ഉണ്ട്, ഇച്ചിരി കൂടെ ഒരു വലുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കേട്ട ഉടനെ ഞാൻ പറഞ്ഞു നമുക്കതല്ല, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, ഇത് നമുക്ക് ഉടനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു.
ഗോവിന്ദൻ്റെ ആ സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കരമായ സന്തോഷമുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ആൻ്റണിയോടാണ്. പുള്ളി ഇതിനെ കഷ്ടപ്പെട്ടത് നേരിട്ട് കൂടെ നിന്ന് കണ്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. പുള്ളിയുടെ ഈ എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പുള്ളി ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഒത്തിരി ഇതിന്റെ കൂടെ നിന്നു എന്നാണ്. ഒരു 3 months മൂവിക്ക് മുന്നേ തന്നെ 3 months ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട വന്നു. പുള്ളി ഓരോ ദിവസവും ബാക്കി ഇതിന്റെ ബോക്സിങ്ങും ഡയറ്റും വർക്കൗട്ടും എല്ലാത്തിൻ്റെയും കൂടെ പുള്ളി അതിന്റെ മേലെ അഭിനയിക്കേണ്ടതുണ്ടായിരുന്നു. പുള്ളിക്ക് ടൈമില്ലായിരുന്നു. പുള്ളിക്ക് ആക്ച്വലി ടൈമില്ല ഒന്നും ചെയ്യാൻ. പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും ടൈമില്ലാതെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. ഇത്ര എഫേർട്ട് എടുത്തതിന് ആന്റണി ശരിക്കും താങ്ക് യു. അതേപോലെ തന്നെ ഇസ്മായിൽ, ഞാൻ ഇതിനു മുന്നേ നിമിത്തങ്ങളിലൊന്നും വലുതായിട്ട് വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ഒത്തിരി പേര് കറക്റ്റായിട്ട് ചേരേണ്ട ആൾക്കാർ വന്നു എന്നുള്ളതാണ്. ഒരു എന്താ പറയാ, സിനിമയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഷൂട്ടിന് തൊട്ട് മുന്നെയാണ് മോനെ നമുക്ക് ഈ സിനിമയിലേക്ക് കിട്ടിയത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞ് അല്ലാതെ വേറൊരാളെ എനിക്ക് ഈ ക്യാരക്ടറിനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് ടു മോ. അതേപോലെ തന്നെ സവിചേട്ടനും ഈ പറഞ്ഞ പോലെ ഒരു ലാസ്റ്റ് ഒരു ക്രിട്ടിക്കൽ ഒരു സമയത്താണ് സവിചേട്ടൻ വന്നത്. അർജുനേട്ടനും കുട്ടേട്ടനെ ഇവിടെ ഇല്ല. പക്ഷെ കുട്ടേട്ടന്റെ ഇപ്പം അടുത്ത് കാണുന്ന ക്യാരക്ടേഴ്സിനോട് തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണിത് എന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളി പോലൊരു ആർട്ടിസ്റ്റിന് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി അഭിനയിക്കുന്നത് കണ്ട് പലപ്പോഴും ഞെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലിജോയും അമേസിംഗ് പെർഫോമൻസ് ആണ്. ആദ്യത്തെ ദിവസം ലിജോ വന്നപ്പോൾ പുള്ളിക്കാരത്തി എന്ത് ഈസായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ സ്ട്രോങ് ഒരു ക്യാരക്ടറാണ് ലിജോ ചെയ്തേക്കുന്നതിൻ്റെ അകത്ത്. അപ്പം അത്രയൊക്കെ എനിക്കും പറയുള്ളൂ. അപ്പം എല്ലാവരും ഇതിന് മാക്സിമം സപ്പോർട്ട് ചെയ്ത സപ്പോർട്ടിന് താങ്ക്സ്. ഈ സിനിമയുടെ കൂടെ നിൽക്കുക. ഒത്തിരി ഫ്രഷേഴ്സിന്റെ ഒരു ഓണസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത്രേ ഉള്ളൂ. താങ്ക് യു. നന്നായിട്ട് തള്ളാൻ പറ്റുന്നതായിരുന്നു. ഇപ്പം ഇച്ചിരി ടെൻഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് തള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾക്കൊരു കൊച്ചു ലുലു ആണ് ദാവീദ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങളുണ്ടാകും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇത് എടുക്കാം. അത് ഇമോഷനുണ്ട്, ഫൈറ്റുണ്ട്, നല്ല ഒരു ഫാമിലി എൻ്റർടൈനർ. നിങ്ങൾ തിയേറ്ററിൽ കൊടുക്കുന്ന കാശ് കൃത്യമായിട്ട് മുതലാവുന്ന ഒരു സിനിമയായിരിക്കും. നിങ്ങൾക്ക് ഈ പടം കണ്ടിട്ട് ഒരിക്കലും അയ്യോ ഇത്രയും സമയവും കാശും വേസ്റ്റ് ആയല്ലോ എന്ന് തോന്നത്തില്ല. ഇതിൽ നന്നായിട്ട് തള്ളാമായിരുന്നു. എനിക്ക് പറ്റുന്നില്ല കേട്ടോ. നെഞ്ചിരിപ്പ് ചെറിയ കേൾക്കുന്നുള്ളൂ. കുറച്ച് ടെൻഷനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഓക്കെ. നാളെ വാലന്റൈൻസ് ഡേ ആണ്. 2 റൊമാൻറ്റിക് ചിത്രങ്ങളുടെ ഒരു ആക്ഷൻ പടം ഏറ്റവും മാറ്റി പിടിക്കാതെ തോന്നുന്നുണ്ടോ? ഇതിന്റെ മറുപടി കുട്ടേട്ടൻ പറഞ്ഞിരുന്നു. അത് പ്രണയത്തിൽ സംഘർഷമുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സംഘർഷഭരിതമായ ഒരു കൊച്ചു കുടുംബ ചിത്രം വാലന്റൈൻസ് ഡേക്ക്. അതാണ് ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. കാരണം വെച്ചാൽ കളക്ഷൻ കൂടാനും ആഴ്ച ദിവസം നമ്മൾ വളരെ സ്പെഷ്യലാണ്. ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ഫസ്റ്റ് ഡേ വളരെ സ്പെഷ്യലാണ് സ്ക്രീൻ കാണുന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ദിവസം ക്രൂഷ്യലായിട്ട് ടെൻഷൻ ഉണ്ടോ? ടെൻഷനില്ല. കപ്പിൾസ് വന്നാൽ കപ്പിൾസിന് ഇഷ്ടപ്പെടും, സിംഗിൾസ് വന്നാൽ സിംഗിൾസിന് ഇഷ്ടപ്പെടും. അതുകൊണ്ട് അതിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. റൊമാൻറ്റിക് പടം കപ്പിൾസ് പോയില്ലേ, സിംഗിൾസ് വരട്ടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട്. അപ്പൊ അവർക്ക് ഭയങ്കര രസമായിരിക്കും. അത് സിംഗിൾസ് കൂടുതൽ അടിപൊളിയാണ്. നോർമലി ഒരു ആക്ഷൻ ആക്ടർ എന്നുള്ള ലെവലിലോട്ട് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആക്ഷൻ മലയാളത്തിലൊരു ആക്ഷൻ ആക്ടർ ഉണ്ടെങ്കിൽ അതിപ്പോൾ ആന്റണി പെപ്പയാണ് മനസ്സിൽ വരുന്നത്. അത് മലയാളികൾക്കൊന്നും മനസ്സിൽ വരുന്ന മുഖമാണ് താങ്കളുടേത്. അപ്പം ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടറെ സംബന്ധിച്ച് അവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആണ്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായി കുറച്ച് വിഷയമായിരുന്നു കേട്ടായിരുന്നു. എത്രത്തോളം എഫേർട്ട് തന്നെ വരുന്നുണ്ട് ക്യാരക്ടറായി ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും എനിക്ക് തന്നെ പണിയായി വരും എന്ന് തോന്നിയിട്ടുണ്ടോ? ഓവറാകുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കഷ്ടപ്പാടുണ്ടാവും ഉറപ്പായിട്ടും. മെന്റലി ഫിസിക്കലി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഫൈനലി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയില്ലേ നമ്മൾ ചെയ്യണത്. അപ്പൊ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പൊ അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഫൈനലി സിനിമ നന്നാവുക, അതിനുവേണ്ടി എന്തൊക്കെ
മെന്റലി ഫിസിക്കലി നമുക്ക് എന്തൊക്കെ എഫേർട്ട് എടുക്കാൻ പറ്റും അത്ര എഫേർട്ട് എടുക്കുക. പിന്നെ ഡയറക്ടർ പറയുന്ന കാര്യം മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് ഞാൻ നോക്കാറ്. ഒരിക്കലും ഇല്ല. അത് ഇപ്പൊ ഞാൻ അങ്ങനെ ആയിപ്പോയതാണ് ബ്രോ. അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ആക്ഷൻ സിനിമകളിലുള്ള ഭാഗമായത് എനിക്ക് വന്ന പരിപാടികളൊക്കെ അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര കോളേജിൽ ഇങ്ങനെ ഒലിപ്പിച്ച് കിടക്കുന്ന പയ്യൻ, അങ്ങനത്തെ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ അങ്ങനെ ആയതാണ്. ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യണമെന്നല്ല. എനിക്ക് എല്ലാ ടൈപ്പ് റോംകോം അല്ലെങ്കിൽ ത്രില്ലേഴ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സിനിമകൾ, കോമഡി സിനിമകൾ, അങ്ങനത്തെ സിനിമകളെല്ലാം ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ ഈ ജാക്കി ചാൻ്റെ ഒക്കെ സിനിമകൾ പോലത്തെ. അതിനകത്ത് ആക്ഷനും ഉണ്ടാവും, എന്നാൽ കോമഡി ഉണ്ടാവും, എല്ലാം കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള സിനിമ. ഇങ്ങനെ എല്ലാ സിനിമയുടെ ഭാഗമാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയല്ല എടാ. ഈ ട്രെയിലറില് ഇനാഗുറേഷന്റെ സമയത്ത് അതുകൊണ്ടായിട്ട് ഒരു ഇടിക്കുന്നുണ്ടായിരുന്നു. മീഡിയക്കാരായിട്ടുള്ള ഇടിയാണോ, മീഡിയക്കാരാണോ? അല്ല മീഡിയക്കാരായിട്ടുള്ള ഇടിയല്ല. കോമ്പിനേഷൻ വേറെ നല്ല സ്വീറ്റ് കോമ്പിനേഷൻസാണ്. അവിടെ തല്ലും പിടുത്തവും ഇല്ല. ആനയോട് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അങ്കമാലി ഡയറീസ് തൊട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊണ്ടല്ലോ വരെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. എടുക്കുന്ന എഫേർട്ട് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതാണ്. ഒരിക്കലും എന്നെ കൊണ്ടൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തത്ര എഫേർട്ടാണ് ആൻ്റണിയൊക്കെ എടുക്കുന്നത്. അപ്പം ആ എഫേർട്ട് തീർച്ചയായിട്ടും നാളെ സ്ക്രീനിൽ നല്ല പത്തരമാറ്റ തിളക്കത്തിലുണ്ടാവും. നേരത്തെ ആൻ്റണി നിർത്തിവെച്ചൊരു സ്ഥലത്ത് ഞാൻ കണ്ടിന്യൂ ആണ്. അപ്പം നേരത്തെ ആൻ്റണി പറഞ്ഞു, ഇപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ അദ്ദേഹം തിരിച്ച് അച്ചീവ് ചെയ്തേക്കുന്ന ആക്ച്വൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ളൊരു മെൻറ്റാലിറ്റി അച്ചു വഴിയും ഗോവിന്ദ് വഴിയും കിട്ടി. അപ്പം അച്ഛനോടും ഗോവിന്ദിനോടുമാണ് ആൻ്റണിയെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കൊടുത്ത പോലെ ഒരു മെൻറ്റാലിറ്റി ആക്കൂ. അപ്പോൾ അത് നാളെ എന്താണെങ്കിലും കാണാം. സോ ഇറ്റ് വാസ് എന്താ പറയുക, പ്ലഷർ അങ്ങനെ തന്നെ പറയണം ഇയാളോട് വർക്ക് ചെയ്യാൻ. അത്ര കാത്തിരുന്നതിൻ്റെ ആയിട്ടാണ് കിട്ടിയത്.